പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം നമ്മൾ ഓർക്കേണ്ട രണ്ട് വിഭാഗങ്ങളാണ് ആശാ വർക്കേഴ്സും അംഗനവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും. ഇവർ കർമ്മനിരതരായി 24 മണിക്കൂറും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. കുഞ്ഞുങ്ങളുടെ പോഷക ആഹാരം മുതൽ അവരുടെ ജീവിത ശൈലിയിൽ വരെ ഇടപെടുന്നവരാണ് അംഗനവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും. അതുപോലെ തന്നെയാണ് ആശാ വർക്കേഴ്സ്. അവർ നമ്മുടെ കേരളത്തിലെ നേഴ്സുമാരുടെ തൊട്ട് താഴെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെ താല്പര്യപൂർവം ഇടപെടുന്ന ഒരു വിഭാഗമാണ്. അംഗനവാടി ഹെൽപ്പർമാർ, വർക്കർമാർ, ഇവർ ആണ് കുഞ്ഞുങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ പോഷക ആഹാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ പഠനത്തെക്കുറിച്ചും അതിലുപരി അവരുടെ മാനസിക വളർച്ചയെക്കുറിച്ചുമൊക്കെ വ്യാകുലരായി പ്രവർത്തിക്കുന്നവരും സമർപ്പണബോധത്തോടുകൂടി നിൽക്കുന്നവരും. ഗവൺമെൻറ് മറ്റെന്ത് പദ്ധതികൾ ആവിഷ്കരിച്ചാലും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ആശാ വർക്കർമാരെയും അതുപോലെ തന്നെ അംഗനവാടി ഹെൽപ്പർമാരെയും വർക്കർമാരെയുമാണ്. പക്ഷെ അവർക്കൊരു വേതനത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം മുഖം തിരിച്ചു നിൽക്കാറാണ്. എൻ്റെ അഭിപ്രായത്തിൽ പ്രീ പ്രൈമറി അധ്യാപകന്മാർ ചെയ്യുന്ന ഏകദേശം അതേ ജോലി തന്നെയാണ് അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും ചെയ്യുന്നത്. അപ്പോൾ ചുരുങ്ങിയത് അവർക്ക് കേന്ദ്രവും സംസ്ഥാനമൊക്കെ ആയിട്ട് അവരുടെ ഹോണറേറിയം 25,000 രൂപയെങ്കിലും ആക്കി ഉയർത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് നഴ്സുമാരുടെ തൊട്ട് താഴെ നിന്നുകൊണ്ട് ധാരാളം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാർ, അവരുടെ വേതനവും 25,000 രൂപയെങ്കിലും ആക്കി ഉയർത്തേണ്ട സമയം കടന്നുപോയിരിക്കുന്നു. നമ്മൾ മറ്റുള്ള പല മേഖലകളിലും ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ സർക്കാർ പരിപാടികളായാലും അതുപോലെ തന്നെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളാണെങ്കിലും അതിലൊക്കെ സദസ്സ് നിറക്കുന്നതിന് വേണ്ടി ഇവരെയൊക്കെ വരാൻ പറയുകയും അവരതിനു വേണ്ടി ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ വേതന കാര്യത്തിൽ, അവരുടെ ഹോണറേറിയത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സമീപനം? ഞാൻ ആരെയും ഏതെങ്കിലും ഗവൺമെൻറ്റുകളെ കുറിച്ചല്ല പറയുന്നത്. പൊതുവായി ഈ രണ്ട് വിഭാഗത്തെയും നമ്മൾ വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ്.